ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എത്നിക് ഫുഡ് കോർട്ട്. നമുക്കിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പാത്രത്തിലല്ലാതെ നമ്മുടെ അടുക്കളയിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രം ഉപയോഗിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. 1.5 ഗ്ലാസ് അരി 2 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചതാണ്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി 3 പാളയംതോടൻ പഴം അരിഞ്ഞത്, 1/4 കിലോ ശർക്കര, ഇത് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അരച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 10 മണിക്കൂർ, കുറഞ്ഞത് 10 മണിക്കൂർ വെച്ചാൽ മാവ് നല്ലതായിട്ട് പൊങ്ങി വരും. 10 മണിക്കൂറായിട്ടുണ്ട്. മാവ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ കൊത്തും 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ചേർക്കാം. പാൻ ചൂടായി. എണ്ണ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് കുഞ്ഞൻ പാത്രത്തിനെ ഇറക്കി വയ്ക്കാം. കുഴിവിൽ എണ്ണ നിറഞ്ഞു നിൽക്കണം. മാവ് ഒഴിക്കാം. കുഴിവിൻ്റെ 1/4 ഭാഗം ഒഴിച്ചാൽ മതിയാവും. മാവ് വെന്ത് വരുമ്പോഴേക്കും പൊങ്ങി വരും. 1 സ്പൂൺ മാവ് മതി 4 ഉണ്ണിയപ്പം ഉണ്ടാക്കാം നമുക്ക്. ഒരു സൈഡ് വെന്ത് നമുക്ക് തിരിച്ചിടാം. വേഗം ഇളകി വരുന്നുണ്ട്. നല്ല പാകമായിട്ടുണ്ട് മാവ്. ഇത് വേണമെങ്കിൽ നമുക്കിത് എണ്ണയിലേക്ക് തട്ടി മൂപ്പിച്ചെടുക്കാം. പാകമായി നമുക്കിത് കോരി മാറ്റാം. അതേപോലെ തന്നെ ബാക്കി മാവും നമുക്ക് ഒഴിച്ച് മുഴുവനും വേവിച്ചെടുക്കാം. ഇത് 1.5 ഗ്ലാസ് അരിയാണെന്ന് പറഞ്ഞല്ലോ. ഇതുകൊണ്ട് നമുക്ക് 50 ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അവർക്കായി നമുക്ക് കുറച്ച് സമയം നിനക്കിടാവുന്നതേ ഉള്ളൂ. സന്തോഷമായിട്ട് കുട്ടികൾ കഴിക്കുന്നത് നമുക്കും സന്തോഷമാണല്ലോ. ഒരു ഉണ്ണിയപ്പ പാത്രം വാങ്ങാനായിട്ട് നമുക്ക് 375 രൂപ ചിലവുണ്ട്. ഞാനിപ്പോൾ വാങ്ങിയതാണ്. പക്ഷേ ഈ പാത്രത്തിന് വെറും 20 രൂപയേ ഉള്ളൂ. ഉണ്ണിയപ്പ പാത്രം വാങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് 20 രൂപ ചിലവാക്കിയാൽ നമ്മുടെ കുട്ടികൾക്കായി കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ? നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്, കണ്ടില്ലേ? അവധിയുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്കായി കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ കിട്ടുമ്പോൾ നമുക്കവർക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാം. അവരുടെ സന്തോഷം നമ്മുടെയും സന്തോഷം. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.